ഇന്ന് പെട്ടെന്ന് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. കാരണം ഞാൻ ഇന്നൊരു ഡ്രീം സ്റ്റേറ്റിൽ എനിക്കിങ്ങനെ ട്വിൻ ഫ്ലെയിംസ് എന്ന് പറയുന്നത് സ്വപ്നം കണ്ടിരുന്നു. ഞാൻ ട്വിൻ ഫ്ലെയിംസ് എന്നൊരു വേർഡ്. അപ്പോൾ എനിക്ക് തോന്നി ഒരു ഡിവൈൻ മാസ്കുലിൻ അപ്ഡേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. സോ പെട്ടെന്ന് എടുത്ത കാർഡ്സാണ്. അപ്പോൾ അതിൽ നോക്കൂ, ലവ് ബോസ് കാർഡ് കണ്ടോ, യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്തതാണ്, നമ്മൾ മീറ്റ് ചെയ്യിപ്പിച്ചതാണ്. സോ അവരുടെ പേജ് ഓഫ് സോഡ്സ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പഴയ കാര്യങ്ങളെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ അവർക്ക് തെറ്റുപറ്റിയതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ട് ചിന്തിക്കുന്നത്? ബിക്കോസ് ചീറ്റിംഗ്, അവർ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയത് അതിൻ്റെ ഫലം അവർ അനുഭവിക്കുക, അല്ലെങ്കിൽ അവരതിൻ്റെ ഒരു റിഗ്രറ്റ് അവർ അറിയുന്നുണ്ട്. ചീറ്റിംഗ് അവർക്ക് കിട്ടുന്നുണ്ട്. അവർക്ക് തിരിച്ച് ഇപ്പോൾ ഡിവൈൻ ഫെമിനിൻസ് അനുഭവിക്കുന്നത് ഡിവൈൻ മാസ്കുലിൻസ് ആ ഒരു പെയിനൊക്കെ അവർ അറിയുന്നുണ്ട്. കണ്ടോ, ചീറ്റിംഗ് കാർഡ് കിട്ടിയിട്ടുണ്ട്. നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം, വേറെ റിലേഷൻഷിപ്പിലേക്ക് പോയതും കാര്യങ്ങളൊക്കെ. പക്ഷെ അതൊക്കെ റിവീൽ ആവുന്നുണ്ട്. ഇപ്പോൾ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ കണ്ടോ, അവർക്ക് നല്ല രീതിയിൽ അബാൻഡൻമെൻറ്റ് ഇഷ്യൂസും റിജക്ഷൻ ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും അല്ലെങ്കിൽ അവർ സെൽഫ് ലവിലേക്ക് പോകുന്നതായിട്ടാണ് എനിക്ക് അതിൽ കാണുന്നത്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് കാർഡ് കാണിക്കുന്നുണ്ട്. നോക്കൂ കണ്ടോ, 4 ഓഫ് സോഡ്സ് ആണ് അവരുടെ ഓവറോൾ എനർജി പറയുന്നത്. കുറേ പേര് കമ്മ്യൂണിക്കേഷൻസ് വരുന്നുണ്ട്. എനിക്ക് ഫീൽ ചെയ്തത് ഈ ഒരു പോർട്ടലിൻ്റെ അന്ന് കമ്മ്യൂണിക്കേഷൻസ് വരാൻ ചാൻസ് കാണിക്കുന്നുണ്ട്. ഒരു ബ്ലോക്ക് ചെയ്ത് നിർത്തുന്ന ക്യൂൻ ഓഫ് സോഡ്സ് എനർജിയാണ്. അവർ നിങ്ങളൊരു ഭയങ്കര അബണ്ടൻ്റ് ലേഡിയായിട്ട് കാണുന്നുണ്ട്. ഭയങ്കര ഡിവൈൻ ഫെമിനിൻസ് ഭയങ്കര നാച്ചുറൽ ഫ്രണ്ട്ലി ആയിട്ടും മൃഗങ്ങളായിട്ടും പെറ്റ്സിനൊക്കെ ആയിട്ട് കൂടുതലും സ്നേഹിക്കുന്നതൊക്കെ അവർ കാണുന്നുണ്ട്. നിങ്ങൾ ഭയങ്കര സാമ്പത്തികമായിട്ടൊക്കെ വളരെ ഉയർന്ന പദവിയിൽ നിൽക്കുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവർക്ക് കോമ്പറ്റീറ്റീവ് മൈൻഡൊക്കെ വരുന്നുണ്ട്. അവർക്ക് അതിൻ്റെ സമയത്ത് തന്നെ എന്താ പറയുക, ആസ് വെൽ ആസ് അവർക്ക് വിഷമമുണ്ട്. കണ്ടോ, ഒരു 4 ഓഫ് സോഡ്സ് ആണ്. അവർ രാത്രി കിടന്ന് ചിന്തിക്കുന്നുണ്ട്, തെറ്റ് പറ്റിപ്പോയത് എൻ്റെ കയ്യിലാണ്, ഇനി എന്ത് വലിയ തെറ്റാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ ഭയങ്കര റിഗ്രറ്റ് ഉണ്ട്. അവരതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എനിക്ക് കുറേ പേർക്ക് പ്രതീക്ഷിക്കും. കാരണം ഈ ഒരു കമ്മ്യൂണിക്കേഷൻ കാർഡ്സ് ഇപ്പോൾ റീഡ് ചെയ്യുന്നവർക്കൊക്കെ വരുന്നുണ്ട്. ഇന്നത്തെ കൂടുതലും കാർഡ്സ് എടുക്കുമ്പോൾ കമ്മ്യൂണിക്കേഷൻ കാർഡ്സാണ് വരുന്നത്. മേ ബി നിങ്ങളിലേക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നതായിരിക്കാം. ഇവിടെ ലവ് ബേഴ്സ് കഴിഞ്ഞിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ആയതുകൊണ്ട് ഇതിനെക്കുറിച്ചിട്ടുള്ള ഇത്ര നാൾ നിങ്ങളോട് ഓപ്പൺ അല്ലെങ്കിൽ അവർ ഓപ്പണായിട്ട് അവർ ഫീലിങ്സ് ഷെയർ ചെയ്യാനുള്ള ചാൻസസ് കാണിക്കുന്നുണ്ട്. ഇത് ഡിവൈനായിട്ട് കൂടിച്ചേർത്തൊരു മീൻസ് റിലേഷൻഷിപ്പാണ് ട്വിൻ ഫ്ലെയിംസ് അല്ലെങ്കിൽ സോൾമേറ്റ് മീൻസ് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്നൊക്കെ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ബിക്കോസ് അതാണ് ഞാൻ ഇന്നൊരു സ്വപ്നത്തിൽ കണ്ടത്, ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ ഞാനിതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ ലവ് ബോസ് കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ക്യൂൻ ഓഫ് സോർട്സ്. മേ ബി അവരെ കൂടുതലും മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു എനർജി ആയിരിക്കും. കണ്ടോ, അതാണ് അവർക്ക്. പക്ഷെ അവർ ആ ഒരു സെൽഫ് ലവ് ഫോക്കസ് ചെയ്ത് വരുന്നത് കൊണ്ട് അവർക്ക് ആ ഒരു ആക്ഷൻ ഓറിയൻറ്റഡായിട്ട് വരാനൊക്കെ വളരെ ചാൻസ് കാണിക്കുന്നുണ്ട്. ഹാർഡ് ബ്രോക്ക് സിറ്റുവേഷൻസ് ഉണ്ട്. കണ്ടോ, ഞാൻ ഇടയിൽ എടുക്കുമ്പോൾ അവർ ഭയങ്കരമായിട്ട് പെയിൻ അനുഭവിക്കുന്നുണ്ട്. അതുപോലെ പേജ് ഓഫ് കപ്സ്, പുതിയ റിലേഷൻഷിപ്പായി പുതുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പേജ് ഓഫ് വാൻസ്, അവരെന്തോ കണ്ടോ, എഗെയിൻ ഏസ് ഓഫ് കപ്സ് ആണ്. ആക്ഷൻ എടുക്കാൻ തീരുമാനിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഏസ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഒരു ഓവർഫ്ലോയിങ് ഓഫ് ലവ് ആണ്. അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഇമോഷൻസിലുള്ള ആ ഒരു ഓവർഫ്ലോ, ആ ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു ലവ് ഇതിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ഡിവൈൻ മാസ്കുലിൻസിൻ്റെ ഒരു പെട്ടെന്നുള്ള ചാനലിംഗ് എന്ന് പറയുന്നത്. ശരിക്കും അവർ ഈ ഒരു എനർജി തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. സമയത്ത് ഭയങ്കര പർജിങ്സ് നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. കണ്ടോ, ലവ് ബോസ് കാർഡ് കമ്മ്യൂണിക്കേഷൻസൊക്കെ അതൊക്കെ അവർക്ക് നമുക്ക് വരാൻ ചാൻസ് കാണിക്കുന്നുണ്ട്. കുറേ പേരൊക്കെ ഹീലിംഗ് തുടങ്ങിയിട്ടുണ്ട്. കുഞ്ഞതായിട്ടൊക്കെ അവർ ചില കൗൺസിലേഴ്സ് അല്ലെങ്കിൽ ഒട്ടും ആ ഒരു പെയിൻ താങ്ങാൻ പറ്റാതെ ആകുമ്പോൾ കുറച്ച് മെൻ്റലി ഒക്കെ അൺസ്റ്റേബിൾ വരുമ്പോൾ അവർ കൂടുതലായിട്ടും ഹീലിംഗ് ഒരു മേ ബി ബീച്ച് സൈഡിലേക്ക് പോയിരിക്കും, അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സുമായിട്ട് അവർ അടുക്കുന്നുണ്ടായിരിക്കും. കുറച്ച് നാൾ ഇവർ ഇതിൽ നിന്നൊക്കെ അകന്ന് പോയിട്ടുണ്ടായിരിക്കും. കാരണം യൂണിവേഴ്സ് എന്തെങ്കിലും ചെയ്തത് എന്ന് കരുതിയിട്ട് അവർ ഇത് ഇനി വിശ്വസിച്ചിട്ട് കാര്യമില്ല എന്ന് കരുതി അതിൽ നിന്ന് വിട്ടു നിന്നിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഇങ്ങനെ അവർ ബാക്ക് ടു നോർമലിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഹെയറോഫൻ്റെ കാർഡാണ്. ട്രഡീഷണൽ ആയിട്ട് ഒരു ടെമ്പിൾ അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇത് അവരുടെ എനർജിയെ കാണിക്കുന്നത്. കാരണം അവർ കുറേ പേരൊക്കെ പാർട്ട്ണർഷിപ്പായിട്ടുള്ള ജോലി ചെയ്യാൻ ചാൻസസ് കാണിക്കുന്നുണ്ട്. പെയിൻ വരുമ്പോൾ കരിയറിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് അതിൽ നിന്നൊക്കെ ചീറ്റിങ് കിട്ടുന്നുണ്ട്. അവർ വിശ്വസിക്കുന്ന ആൾക്കാർ അവർ പറ്റിക്കുന്നുണ്ട്. അപ്പോഴൊക്കെയാണ് ഈ ഒരു പെയിൻ അവർക്ക് ലൈഫിൽ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ചിന്തിക്കുന്നത്, ഞാൻ ചെയ്തതിൻ്റെ കർമ്മഫലമാണ് എനിക്ക് കിട്ടുന്നതെന്ന്. എന്നാലും ഒരു കാർഡ് വില ഫോർച്യൂണിൻ്റെ കാർഡും ഉണ്ടായിരുന്നു. ഓക്കെ, സോ നമ്മളൊന്ന് ശ്രദ്ധിക്കുക, നമ്മൾ ഹീൽ ചെയ്യുക. ഡിവൈൻ ഫെമിനിൻസിനോടാണ് എനിക്ക് പറയാനുള്ളത്. അവരുടെ എനർജീസ് കാണാം. അവർ കുറേ രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടോ, എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ട് അവർക്ക് ആ ഫലം കിട്ടാതെ അവർക്ക് മനസ്സിലാവുന്നത് ഞാൻ എൻ്റെ ഡിവൈൻ ഫെമിനിനെ ചീറ്റ് ചെയ്തത് കൊണ്ടാണ്. അതുപോലെ ഈ 5 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ കാർഡും കാണിക്കുന്നുണ്ട്. കുറേ പേർക്കൊക്കെ പൈസ നഷ്ടപ്പെട്ടു, ബിസിനസ്സിൻ്റെ പൈസ നഷ്ടപ്പെടുക, അങ്ങനെ അവർ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് ലൈഫിൽ നടക്കുന്നത്. അത്
വൺസ് അവർ കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഞാൻ പറയുമ്പോൾ 2 കപ്പിളായിട്ട് ഒരു മൈനകളാണ് പാസ് ചെയ്ത് പോയത്. അഫ്കോഴ്സ് ഒരു റീയൂണിയൻ പോസിബിലിറ്റിയും കാണിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസും കാര്യങ്ങളൊക്കെ വരാൻ വളരെ ചാൻസ് കാണിക്കുന്നുണ്ട്. കണ്ടിട്ട് ഒരു ഡിവൈനായിട്ട്, കാരണം ഞാൻ കണ്ട സ്വപ്നത്തിൻ്റെ ആ ഒരു കാർഡ് തന്നെ വന്നത്. ഓക്കെ, 555 കാണാം നിങ്ങൾക്ക് ധാരാളമായിട്ട്. 111, 1111 കാണാം ഏഞ്ചൽ നമ്പേഴ്സായിട്ട്. 1144 കാണാം, 144. അതുപോലെ 1717, 369, അതുപോലെ 6996, 444, 333. ഈ നമ്പേഴ്സൊക്കെ റിപ്പീറ്റഡായിട്ടൊക്കെ കാണുന്നത്. 10, 10, 12, 12 ഇതൊക്കെ ഞാൻ റിപ്പീറ്റഡായിട്ട് കാണുന്ന നമ്പേഴ്സാണ്. ഓരോ സെക്ഷൻ, ഓരോ ഫേസ് വരുമ്പോൾ ഓരോ നമ്പേഴ്സ് ആയിരിക്കും കാണുന്നുണ്ടായിരിക്കും. പക്ഷേ ഞാൻ അതിൽ ഫോക്കസ്ഡ് ആവുന്നില്ല. പക്ഷേ നിങ്ങളങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീഡിങ്സ് റെസൊനേറ്റഡായിട്ട് വരാൻ വളരെ ചാൻസസ് കാണിക്കുന്നുണ്ട്. സോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പെട്ടെന്ന് വന്നിട്ട് ഒരു ചാനലിംഗ് ആയിട്ട് തോന്നിയതാണ് എനിക്ക്. കാരണം എനിക്ക് ടാരോ റീഡിംഗ് ആയത് അതിലൂടെ ആയിരിക്കും എൻ്റെ ചാനലിങ്സ് വരുന്നുണ്ടാവുക. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ നന്നായിട്ട് വരുന്നുണ്ട്. നോ കോൺടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നോ കോൺടാക്ട് പോലെ ഇരുന്നോട്ടെ, യു വിൽ ഗെറ്റ് കമ്മ്യൂണിക്കേഷൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഡിവൈൻ ഫെമിനിൻസിന് വരുന്നുണ്ട്. ഒരു 5 എന്ന് പറയുന്നത് വളരെ വലിയൊരു മാറ്റമാണ്. നല്ല ബിഗ് മാറ്റമായിരിക്കും. നിങ്ങൾ അത്രയും പെയിനിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് അതിന് ബ്ലെസ്സിങ്സും എല്ലാം തരുന്നുണ്ട്. ഓക്കെ, കണ്ടോ, നിങ്ങൾക്ക് ഒരു 9 ഓഫ് പെൻറ്റക്കിൾസ് അബണ്ടൻ്റ് ആയിട്ടുള്ള ലേഡി, അത്രയും പ്രോസ്പെറസ് ആയിട്ട് അബണ്ടൻസും എന്താ പറയുക വിസ്റ്റവും ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ഇന്നർ വർക്കൊക്കെ ചെയ്യുക. അതാണ് ഇന്നത്തെ കുട്ടി റീഡിങ്. സോ താങ്ക് യു. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ യു കൻ കോൺടാക്ട് മീ. മെസ്സേജ് ചെയ്യാം, കോളൊന്നും ചെയ്യരുത്. യു കൻ മെസ്സേജ് മീ. ഓക്കെ, സോ താങ്ക് യു.